ഇവിടെയാണെങ്കിൽ തെരുവിലേക്ക് ഒരു പണക്കാരനായ വ്യക്തി കടന്നു വരുന്ന സമയത്ത് ആളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണമൊക്കെ ആ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. ഇതവിടെ തെരുവിലുണ്ടായിരുന്ന പിള്ളേരെല്ലാം കാണുന്നു. അവരെല്ലാം വന്ന് ആ പൈസകളെല്ലാം വാരി വലിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ പണക്കാരനാണെങ്കിൽ മുമ്പിലുണ്ടായിരുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് വണ്ടി നിർത്തുന്നു. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൻ പറയുന്നു, ഈ മാജിക്കും അത്ഭുതം ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇത് രണ്ടെണ്ണം ഒരാളുടെ ജീവിതത്തിൽ എന്തായാലും വരത്തുമില്ല. അത് ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അവനൊരു പ്രത്യേകത നിറഞ്ഞ ഒരുത്തനാണ് എന്നും പറഞ്ഞുകൊണ്ട് അവനെ പബ്ലിക് വാഷ്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. ആ ടൈമിൽ അവൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരുത്തൻ വന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഇത് നിൻ്റെ തന്തയുടെ വകയാണോ എന്ന്. അവനത് കേട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരോട് പറയുന്നു, ഇത് എൻ്റെ തന്തയുടെ വകയല്ല, ഇതെൻ്റെ വകയാണെന്ന് എന്നും പറഞ്ഞ് സ്ലോ മോഷനിൽ ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന പബ്ലിക് വാഷ്റൂമിൻ്റെ മാനേജറിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് പണം അവൻ്റെ ടേബിളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അവൻ എന്താണെന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. സത്യത്തിൽ ഇതെല്ലാം നടന്നത് സ്വപ്നമായിരുന്നു. ദിവസം രാവിലെ ഒരു കൂട്ടുകാരൻ വന്ന് അവനെ വിളിച്ചെണീപ്പിക്കുന്നു. അവിടെയാണെങ്കിൽ നിൻ്റെ അമ്മേനെ ആരെ ഇട്ട് തള്ളിക്കൊല്ലുന്നു എന്നൊക്കെ പറയുന്നു. ഇവരതും കേട്ട് ഓടി അവൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെയാണെങ്കിൽ അവൻ്റെ അമ്മേനെ തള്ളിക്കൊണ്ടിരിക്കുക. അതിന് കാരണം എന്ന് വെച്ചാൽ അവൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന ഒരു വീടിൽ നിന്ന് 2000 രൂപ മോഷ്ടിക്കുകയുണ്ടായി. എന്നിട്ട് ആ അമ്മ വീടിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നു, ഞാനത് അറിയാതെ എടുത്തതാ, ഞാനത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടി ഇരുന്നതാ, ദയവേത് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ. ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ വീടിൻ്റെ ഉടമസ്ഥൻ ആ അമ്മയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേട്ട് നിന്ന് അമ്മയുടെ മകനായ വസ്യ, ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പബ്ലിക് ടോയ്ലറ്റിലേക്ക് അവൻ ഓടിച്ചെല്ലുന്നു. അവിടെ നിന്ന് അവൻ്റെ മേശയിൽ നിന്ന് കുറച്ച് പണം അവനെടുത്ത് അവൻ നേരെ കൊണ്ടുപോയി ആ വീടിൻ്റെ ഉടമസ്ഥന് കൊണ്ടുപോയിട്ട് ആ പണം കഴിഞ്ഞ് വസ്യ അവിടെ കൂട്ടിയിരുന്ന നാട്ടുകാരോടെല്ലാം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മേനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവൻ്റെ അമ്മയോട് ചോദിക്കുന്നു, ഇതെല്ലാം എന്തിനാ ചെയ്തതെന്ന്. അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നു, ഇതെല്ലാം നിനക്ക് വേണ്ടിയാ മോനെ ചെയ്തത്. വസ്തി പറയുന്നു, ഒരു ദിവസം ഞാൻ പണക്കാരനായി ആ വീട് ഞാൻ മേടിക്കും. ഇത് കേട്ട അമ്മ പറയുന്നു, അപ്പോഴും ആ വീട്ടിൽ ഞാൻ ഒരു തൂപ്പുകാരിയായിരിക്കും. അപ്പോൾ വസ്യ പറയുന്നു, അങ്ങനെ ആയിരിക്കില്ല, അമ്മ അപ്പോൾ അവിടുത്തെ രാജകുമാരിയായിട്ട് ഞാൻ വാഴ്ത്തും. ഈ സമയം അവൻ്റെ അപ്പൻ അവിടെ കയറി വന്ന് ഓരോ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കാൻ നോക്കും. ആ സമയം വസ്യ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്ത് അപ്പൻ്റെ പോക്കറ്റ് വെച്ച് അമ്മേനെ വിഷമിപ്പിക്കല്ലേ എന്ന് പറയും. അത് കഴിഞ്ഞ് അവരുടെ ചായക്കടയിൽ പോയിരുന്ന് അവിടെ നിന്ന് 2-3 വാർത്തയൊക്കെ നോക്കുകയായിരുന്നു. ആ ചായക്കടയിലെ അപ്പൂപ്പന്മാർ ഓരോ പഴയ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ആ വസ്യ അവരോട് പറഞ്ഞു, പത്രത്തിൽ വരുന്നതൊക്കെ പഴയ വാർത്തയാണ്, നിങ്ങൾ പഴയ വാർത്ത നോക്കിക്കൊണ്ടിരിക്കുന്നത്, മൊബൈലിലൊക്കെ പുതിയ പുതിയ വാർത്തകളൊക്കെ വരും. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് അവൻ്റെ ഡ്രോയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവൻ്റെ പോക്കറ്റിലേക്ക് വെക്കുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് അവൻ്റെ ചെറുപ്പം തൊട്ട കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്കും അവൻ്റെ ഭായിയുടെ അടുത്തേക്കും അവൻ താടെ നടന്നു പോകുന്നു. അവിടെ ചെന്നിട്ടാണെങ്കിൽ കൂട്ടുകാരൻ പറയുന്നു, യാത്രയൊന്ന് കഴിക്ക്, എന്നിട്ട് അവിടെ മിണ്ടാതിരിക്കാൻ അവനോട് പറയുന്നു. എന്നിട്ട് കഥാനായകനാണെങ്കിൽ അവൻ്റെ ഭായിയോട് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കുന്നു. ഭായി ഒറ്റവാക്കി പറയുന്നു, കച്ചവടമൊക്കെ വളരെ മോശമാണ്, ഇപ്പോൾ ഓൺലൈൻ ഡെലിവറിയാണ് കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പരിപാടിയൊക്കെ നോക്കണമെന്ന്. അവൻ്റെ കൂട്ടുകാരൻ പറയുന്നു, അപ്പുറത്തുള്ളവന്മാർ ഇംഗ്ലീഷ് ബേക്കറി തുടങ്ങിയിട്ടുണ്ട്, അവരാണെങ്കിൽ കേക്കിൽ പനീർ ഇട്ട് കൊടുത്ത് ചീസ് കേക്ക് അങ്ങ് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. മെഹബൂബാബായാണെങ്കിൽ മിണ്ടാതിരിക്കുക, പലരുടെയും ബിസിനസ് രീതി ഓരോ തരത്തിലാണ്, അതനുസരിച്ച് അവർ ചെയ്യുന്നു, അവളുടെ രീതി ഇതായതുകൊണ്ട് അവരതേ രീതിയിൽ തുടരുന്നു. വസ്യയാണെങ്കിൽ ഫുഡിൻ്റെ ഒരു പാക്കറ്റും പിടിച്ച തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ പലരും അവനെ നോക്കി വിളിക്കുന്നുണ്ട്. അവനെ മെയിൻറ്റെയിൻ ചെയ്യാതെ അവൻ നേരെ അവൻ്റെ ഒരു ആൻറ്റിയുടെ അടുത്തേക്ക് ചെന്ന് അതൊരു വേശ്യാലയമായിരുന്നു. അവന് കിട്ടിയ പൈസ എടുത്ത് ആൻറ്റിക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവനെ ഗേൾ ഫ്രണ്ടിനെ കാണുന്നെന്ന് പറഞ്ഞ് കുറച്ച് പൈസ അവനും കൊടുത്തിട്ട് അവൻ നേരെ മുകളിലേക്ക് അവനെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് കയറിപ്പോകുന്നു. എന്നിട്ട് അവൻ കയറി അവളുടെ റൂമിലേക്ക് എത്തുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഇന്നത്തെ വിശേഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അവൻ പറയുന്നു, ഇന്ന് അമ്മ ഒരു മോഷണം നടത്തി അപ്പനെ എടുത്തിട്ട് അടിച്ചു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഫുഡ് എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് പറയുന്നു, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാവണം, എന്നിട്ട് ഈ കഷ്ടപ്പാടെല്ലാം മാറ്റണം എന്നൊക്കെ. ആ ടൈമിലാണ് അവളുടെ ആൻറ്റി വന്ന് പറയുന്നു, ഷെട്ടി സാറ് വരുന്നുണ്ട്, പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേഗം ഇറങ്ങിപ്പോവാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അവളെ പോയിട്ട് അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുകയാണ്.
ആ സമയത്ത് ഷെട്ടി ആണെങ്കിൽ ആ വേശ്യാലയത്തിലേക്ക് കയറി വരുന്നു. വേശ്യാലയ മുതലാളിയോട് ചോദിക്കുന്നത് എന്തെങ്കിലും എപ്പോഴും ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതെന്ന്. എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നമ്മുടെ ഒരു പാർട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു. മധുവിനെ വിളിച്ച് പെട്ടെന്ന് കാറിലേക്ക് കയറ്റാൻ പറഞ്ഞു. ആ സമയത്താണ് വസി ഇറങ്ങി വന്നത്. വസീനെ പൈസ കൊടുത്ത് ഇങ്ങനെ ആൾക്ക് കൊടുക്കാൻ പറയുന്നു. ഷെട്ടി സാർ ചോദിക്കുന്നു മധുവിനെ കാണാൻ വന്നതാണോ എന്നല്ല എന്ന് പറയും. ഇവിടെ ക്ലീൻ ആക്കാനൊക്കെ ആയിട്ടാണ് വന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് ഷെട്ടി അവനെ വിളിച്ചിട്ട് ഒരു 500 രൂപ കൈ വെച്ച് കൊടുക്കുന്നു. അടുത്തത് കൈ വെച്ചോളാം എന്ന് പറയുന്നു. ആ സമയത്ത് എന്നിട്ട് അവൻ പോയ സമയത്ത് മധു ആണെങ്കിൽ അവൻ്റെ കാറിലേക്ക് കയറുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അവൻ നേരെ അവിടുത്തെ ഒരു പബ്ലിക് വാഷ്റൂമിലേക്ക് പോകുന്നു. അവിടെ കുറേ ആൾക്കൂട്ടമൊക്കെ. അവൻ ചോദിക്കുന്നു എന്താ ചോദിക്കുന്നു. അവർ പറയുന്നു ഏതൊരു അമ്മച്ചി നിലത്ത് വീണ് കിടപ്പുണ്ടെന്ന് ടോയ്ലറ്റിൻ്റെ അകത്ത്. ആ അമ്മച്ചി നോക്കി എല്ലാവരും നിൽക്കുകയെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആരും ഒന്നും അവിടെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ബസ് കയറി ചെന്ന് അമ്മച്ചിനെ അവിടെ നിന്നെടുത്ത് പുറത്തു കൊണ്ടുപോയിട്ട് കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അമ്മച്ചിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് ഫോൺ കോൾ വരുന്ന. ഫോൺ എടുക്കുന്നു. ആ ടൈമിൽ ഫോൺ താഴെ വീണ് ആ ഫോണിൻ്റെ കഥയും കഴിയുന്നു. എന്നാലും ഫോൺ കുഴപ്പമില്ലാതെ വർക്കാവുന്നുണ്ടായിരുന്നു. എന്നിട്ട് അമ്മച്ചിനെ കൊണ്ട് ഒരു മരച്ചോട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് അവനും അത് കൊടുത്ത പൈസ എടുത്ത് അമ്മച്ചിനെ കൊടുക്കുന്നു കൈ വെച്ചോളാൻ പറഞ്ഞിട്ട്. എന്നിട്ട് അമ്മച്ചിയാണെങ്കിൽ അമ്മച്ചിയോടുണ്ടായിരുന്ന വളയെടുത്ത് അവനും കൊടുക്കുന്നു ഇത് കൈ വെച്ചോളാൻ പറഞ്ഞിട്ട്. അവൻ ചോദിക്കും ഇതുകൊണ്ട് എനിക്ക് എന്താ ആവശ്യം വരുന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് അമ്മച്ചി അവനോട് പറയുന്നു ഇന്നു മുതൽ നിനക്ക് ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടും, നിനക്കൊരു കുറവും ഉണ്ടായിരിക്കില്ല എന്ന്. അവനത് അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവൻ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവൻ്റെ പുറകെ 2 പേര് ബൈക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ 2 പേരും അവനെ അടിക്കാൻ പോവുകയും അവനവിടെ നിന്ന് ഒരു രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവൻ്റെ പുറകെ ഓടിച്ചെന്ന് അവനെ തട്ടിയിട്ട് വീഴ്ത്തുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ പുറകെ വന്ന 2 പേരാണെങ്കിൽ അവനെ പിടിച്ച് അറിഞ്ഞും പൊറിഞ്ഞും അടിക്കുന്നു. കള്ളന്മാർ ഇവനെ അടിക്കുന്ന സമയത്ത് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും അമ്മച്ചി എടുത്ത വളയും എല്ലാം പുറത്തേക്ക് വീഴുന്നു. എന്നിട്ട് കള്ളന്മാരാണെങ്കിൽ അവൻ്റെ ഉണ്ടായിരുന്ന പൈസയും ആ വളയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അടുത്ത സീന് കാണിക്കുന്നത് സാബ് വസന്തിൻ്റെ ഗേൾ ഫ്രണ്ടിനോട് അവൻ നിൻ്റെ ബോയ് ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു അല്ല, അവൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ല എന്ന്. എന്നിട്ട് വസന്ത് അവൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അവൻ്റെ അപ്പനെ കാണുന്നു. അവൻ്റെ അപ്പൻ ചോദിക്കുന്നു എവിടുന്ന് തല്ലും കൊണ്ട് എന്നൊക്കെ ഡയലോഗ് അടിച്ച് അവൻ്റെ അപ്പനാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. വസന്താണെങ്കിൽ തൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാണ്ട് വെള്ളത്തിലൊക്കെ മുഖമൊക്കെ കഴുകിയിരിക്കുന്നു. ആ സമയത്ത് അവൻ്റെ ഫോണിലാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. ആ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അവന് കുറേ ബർത്ത്ഡേ വിഷസ് ഒക്കെ വന്നിട്ടുണ്ടാകും. അതൊക്കെയായിരുന്നു ആ നോട്ടിഫിക്കേഷൻ. അതിൻ്റെ കൂട്ടത്തിലൊരു ന്യൂസ് ചാനൽ അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ടാകും. അവനത് അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് അപ്ഡേറ്റ് ആയി. പിന്നെ അവൻ എണീറ്റ് നോക്കുമ്പോൾ ആണെങ്കിൽ അവൻ്റെ ഫോണിലേക്ക് ഇഷ്ടം പോലെ ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ വന്ന് കിടപ്പുണ്ട്. എന്നിട്ട് അവൻ എണീറ്റ് പുറത്തേക്ക് പോകാനൊക്കെ റെഡിയാകാൻ നോക്കിയിരിക്കുവാണെങ്കിൽ അവൻ്റെ അമ്മ അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അപ്പാണ് അമ്മ കാണുന്ന അവൻ്റെ മുഖത്തുള്ള പാടൊക്കെ. അപ്പം ചോദിക്കുന്നത് എന്ത് പറ്റി, എങ്ങനെയാണ് പറ്റിയതെന്നൊക്കെ. അവൻ പറഞ്ഞു ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തട്ടിയതാ വീണാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അവൻ്റെ അമ്മ അവന് ഷർട്ട് കൊടുക്കുന്നു. അവൻ എങ്ങനെ കിട്ടിയത്, എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു എൻ്റെ ഒരു സാരി ഞാൻ നൈസായിട്ട് തയ്ച്ചെടുത്തതാണ് നിനക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ ആ ഷർട്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഓരോ ന്യൂസിൻ്റെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നോട്ടിഫിക്കേഷൻസ് വന്ന് കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവൻ താഴെ വന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ ചോദിക്കുന്നു ഇവിടെ മഴയൊക്കെ പെയ്തായിരുന്നു എന്നൊക്കെ. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ നേരെ പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് വന്ന ദിവസം ബെസ്റ്റ് സാധനം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വസന്തിൻ്റെ കൂട്ടുകാരൻ വസന്തനെ ചോദിക്കുന്നു ആരാ നിനക്ക് അടിയൊക്കെ തന്നെ ചോദിക്കുന്നു. പറഞ്ഞു നിന്നോട് പറഞ്ഞു നീ എന്നെ രക്ഷിക്കാൻ വരുമായിരുന്നു എന്ന്. ഇല്ല, ഞാൻ നിന്റെ കൂടെ വന്ന് നിന്റെ കൂടെ ചടിയേ ഉള്ളുമായിരുന്നു എന്ന്. ഇതാ ഞാൻ അവനോട് പറയുന്നു അവിടെ പാലത്തിൻ്റെ ഉൾക്കാടം നടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാന്നൊക്കെ ഫ്രീ ആയിട്ട് വടയപ്പാവൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ വസന്തനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഉൾക്കാടം നടക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ വസന്താണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ടായിരുന്നു ഇതിൽ ആരും എനിക്ക് പണി തന്ന് ആൻറ്റി എനിക്ക് തന്ന പൈസ എല്ലാം ആരും അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നൊക്കെ. ആ പൈസ ആണെങ്കിൽ ഷെട്ടി സാറ് തന്നതുമായിരുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ ആ ഉദ്ഘാടനത്തിൻ്റെ പരിപാടിക്ക് ഇരിക്കുമ്പോൾ അവൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. ഈ പാലം പൊട്ടിയതായിട്ടായിരുന്നു അവൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നു ഈ പാലമല്ല നേരത്തെ പൊട്ടിയെന്നൊക്കെ. എനിക്ക് ഇന്നലെ കിട്ടിയ അടീൻ്റെ കൂടുതൽ തലയൊക്കെയുള്ള കിളിയൊക്കെ പറന്നു പോയെന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പൈസ കൊടുത്ത ആൻറ്റിയാണ് ഇവനെ വിളിച്ച് ചോദിക്കുന്നത് എന്നുള്ള കാര്യം എന്തായെന്നൊക്കെ. ഇവനാണെങ്കിൽ കേൾക്കുന്നില്ല ഒക്കെ പറഞ്ഞ് മറന്നു. ആ സമയത്താണ്
അവിടെ ഉണ്ടായിരുന്ന പാലമാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. ഇവന്റെ കൂട്ടുകാരനും ആശ്ചര്യത്തോട് നോക്കുന്നുണ്ടായിരുന്നു സംഭവിച്ചൊക്കെ. കുറെ പേര് ഓടി നടക്കുന്നു, കുറെ പേരാണെങ്കിൽ പാലത്തിനടിയിൽ വീണ് മരിച്ചിട്ടും ഉണ്ടായിരുന്നു. അതേ സമയത്താണ് മഴയും പെയ്തത്. അങ്ങനെ ഈ പാലം പൊട്ടി വന്ന് അതേ സമയത്ത് മഴ പെയ്യാനും തുടങ്ങി. ആ ടൈമിലാണ് ഇവന് മനസ്സിലായി തുടങ്ങിയത് എനിക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ നോട്ടിഫിക്കേഷനായിട്ട് ഫോണിലേക്ക് വരുമെന്ന്.